Hi, welcome back to Krish Makeover. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സ്കിൻ കെയറിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അതിൻ്റെ മുമ്പേ ഞാൻ എൻ്റെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രോ പറയാം. ഇത്രയും നാളായിട്ട് ഞാനൊരു പ്രോപ്പർ ഇൻട്രോ വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കൃഷ്ണ, ശരിക്കുള്ള പേര് ദിവ്യ കൃഷ്ണൻ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം എല്ലാവരും എന്നെ കൃഷ്ണ എന്ന് വിളിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചാനലിൽ ഞാൻ ക്രിഷ് മേക്ക് ഓവർ എന്ന് പേരിട്ടത്. ഒരു വർഷം മുമ്പേ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു മേക്ക് ഓവർ ചെയ്ത്. അത് ഞാൻ ചെയ്ത റീസൺ, അമ്മയ്ക്ക് പ്രായമായ പോലെ ഒരു ഫീലിംഗ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ചുകൂടെ ഒരു അമ്മയ്ക്ക് യങ് ആയ ഒരു ഫീലിംഗ് വരുത്താൻ വേണ്ടി ഞാനൊരു ചെറിയൊരു മേക്ക് ഓവർ ചെയ്ത്. ആ മേക്ക് ഓവർ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അത് കുറേ സ്പ്രെഡായി, ഇത്തിരി വൈറലായി. അത് കഴിഞ്ഞ് അത് നാട്ടിൽ കുറച്ച് മാഗസീൻസും ന്യൂസ് പേപ്പറിലും മീഡിയയിലൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഫോട്ടോസ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം കുറച്ച് പേരെങ്കിലും അത് ഓർമ്മ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ലണ്ടനിലാണ്. അതുകൊണ്ടാണ് എൻ്റെ മലയാളം അക്ഷരസ്ഫുടമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ഹാഫെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. ഞാൻ കോമെൻറ്റ്സ് എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം റിപ്ലൈയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്തോളാം. ഞാൻ ലണ്ടനിലെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. കൂടുതൽ ഞാൻ ചെയ്യുന്നത് ഫാഷൻ ഷോസും ഫോട്ടോഷൂട്ടും വെഡ്ഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ മേക്കപ്പ് വർക്ക്ഷോപ്സും ചെയ്യാറുണ്ട്. ആൻഡ് ലണ്ടനിൽ ചെയ്യും, ആൻഡ് നാട്ടിൽ വരുമ്പോഴും ഞാൻ ചെയ്യും. ഫ്രീ വർക്ക്ഷോപ്പാണ് നാട്ടിൽ ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ ഞാൻ നാട്ടിൽ വന്നപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ചാണ് വർക്ക്ഷോപ്പ് ചെയ്തത്. ഞാൻ ജൂണിൽ വരാനിരിക്കുകയാണ് നാട്ടിൽ. പക്ഷേ ഈ കറണ്ട് സിറ്റുവേഷൻ കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എല്ലാം ബാക്ക് ടു നോർമൽ ആകുമ്പം എന്തായാലും ഞാൻ നാട്ടിൽ വരും. അപ്പം ഞാനൊരു ഫ്രീ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനിരിക്കുകയാണ്. എന്തായാലും ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറയാം. അപ്പം നമുക്ക് എവിടെ വെച്ച് കാണാം. ഞാൻ ചെയ്ത മേക്കപ്പ് വർക്ക്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാം പേരും ക്രിഷ് മേക്ക് ഓവർ തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഫോട്ടോസ് കാണാം. പണ്ട് തൊട്ട് എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്നായിന്. പക്ഷേ എനിക്കറിയാൻ അത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കരിയറാണ്. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് ആദ്യമേ ഞാൻ എൻജിനീയറിംഗ് പഠിക്കാമെന്ന്. ഞാനിങ്ങനെ ചെറിയതായിരിക്കുകയാണെങ്കിലും ഞാൻ 2 മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്റ്റേബിൾ ജോബൊക്കെ കിട്ടി കഴിഞ്ഞപ്പം ഞാൻ പാർട്ട് ടൈം മേക്കപ്പ് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ മുമ്പേ ഞാൻ യൂട്യൂബിൽ മേക്കപ്പ് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കുറേ മേക്കപ്പിൻ്റെ ബേസിക്സൊക്കെ പഠിച്ചത്. അപ്പം ഞാൻ ഓരോന്ന് പഠിച്ചിട്ട് ഞാൻ എന്നെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുറേ മിസ്റ്റേക്സ് ഒക്കെ വന്നു ഞാൻ ചെയ്തപ്പം. പക്ഷേ ഞാൻ ട്രയൽ ആൻഡ് എറർ ചെയ്ത് അത് ഞാൻ കറക്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അവർക്കും ഇഷ്ടമായി, നല്ല ഫീഡ്ബാക്ക് തന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ സാറ്റർഡേ ആൻഡ് സൺഡേ ഹോളിഡേ, അതുകൊണ്ട് നമുക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ ജോലി ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ ഈ ടൈമാണ് പോയി മേക്കപ്പ് പാർട്ട് ടൈമായിട്ട് പഠിച്ചത്. കറൻ്റ്ലി മൺഡേ ടു ഫ്രൈഡേ എൻജിനീയറായിട്ട് ഞാൻ ജോലി ചെയ്യും. പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ മേക്കപ്പ് വർക്കിന് ഞാൻ പോവും. ഇതിൻ്റെ ഇടയ്ക്ക് ടൈം ഉണ്ടാക്കിയിട്ടാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കിൻ കെയർ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ സ്കിൻ കെയറിൻ്റെ ബേസിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ടി വിയിൽ ന്യൂസ് പേപ്പറിൽ എവിടെയെങ്കിലും കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ക്രീം പോയി വാങ്ങലും. ബിക്കോസ് അത് നമ്മളെ സ്കിന്നിന് പ്രശ്നം വരുന്ന ചാൻസ് ഉണ്ട്. നമ്മളെ സ്കിൻ ടൈപ്പും അറിയണം, ആൻഡ് നമ്മളെ സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റ്സേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി അത് ആദ്യമേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലും കാലിലും എവിടെയെങ്കിലും നമ്മളത് അപ്ലൈ ചെയ്ത് 24 hours വെയിറ്റ് ചെയ്തിട്ട് അതെന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകുന്ന ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളത് ഫേസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് ടൈപ്പ് സ്കിന്നാണ്. അപ്പം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സെയിം സ്കിൻ കെയർ പ്രോഡക്ട്സ് നമുക്ക് ഒരിക്കലും മാച്ച് ആവത്തില്ല. അപ്പം നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിൻ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് 5 മെയിൻ സ്കിൻ ടൈപ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ 1 കാറ്റഗറി ആയിരിക്കില്ല, ചിലപ്പം കോമ്പിനേഷൻ ആയിരിക്കും. മെയിൻ 5 സ്കിൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ. നമുക്ക് ആദ്യത്തെ സ്കിൻ ടൈപ്പ് തൊട്ട് തുടങ്ങാം.
ഫസ്റ്റ് ടൈപ്പ് ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മളെ ഫേസിൽ ഒരുപാട് എക്സസ് ഓയിൽ കാണും. അത് മാത്രമല്ല നമുക്ക് ലാർജ് പോർസും കാണും. ചിലപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് പ്രസൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല ആക്നി കാണാൻ ചാൻസ് കൂടുതലായിരിക്കും. നമ്മളെ സെക്കൻഡ് സ്കിൻ കാറ്റഗറി പറഞ്ഞാൽ ഡ്രൈ സ്കിൻ. അതെന്ന് പറഞ്ഞാൽ സ്കിൻ ഒരു ടൈറ്റ്നെസ് ഫീലിംഗ് ചിലപ്പം കാണും, പിന്നെ ഡ്രൈനെസ്, പിന്നെ ഫ്ലേക്കിനെസ്. അത് മാത്രമല്ല പോസ് കുറച്ചുകൂടി ചെറിയതായിരിക്കും ആൻഡ് നമുക്ക് ചിലപ്പം ഫേസിൽ കുറച്ചുകൂടെ ലൈൻസ് കാണും. മൂന്നാമത്തെ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിക്സ് ഓഫ് ഡ്രൈ ആൻഡ് ഓയിലി സ്കിൻ. അപ്പം നമ്മളെ T-zone, സോ നമ്മളെ ഫോർഹെഡ്, നോസും ചിന്നും കൂടുതൽ ഓയിലി ആയിരിക്കും ആൻഡ് നമ്മളെ ചീക്സ് കുറച്ചുകൂടെ ഡ്രൈ ആണ് ആൻഡ് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബ്ലാക്ക് ഹെഡ്സും കാണും. അപ്പോൾ അതാണ് കോമ്പിനേഷൻ സ്കിൻ. നാലാമത്തെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിൻ ആണെങ്കിൽ വെൽ ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഓയിലിയോ അല്ല ഒരുപാട് ഡ്രൈയോ അല്ല, ആ ഒരു കറക്റ്റ് ബാലൻസ് ആണ് ആൻഡ് നമ്മളെ പോസ് ചെറിയതായിരിക്കും. അപ്പോൾ അതാണ് നോർമൽ സ്കിൻ. നമ്മളെ ലാസ്റ്റ് സ്കിൻ ടൈപ്പ് സെൻസിറ്റീവ് സ്കിൻ. അതെന്ന് പറഞ്ഞാൽ റെഡ്നെസ്, ഇച്ചിങ്, ബേണിങ് അങ്ങനത്തെ ഒക്കെ സെൻസേഷൻ വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ. വെതർ മാറുമ്പോൾ നമ്മളെ സ്കിൻ ടൈപ്പ് മാറും. അപ്പം കോൾഡ് ടൈമിൽ നമ്മളെ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് ആൻഡ് സമ്മർ ടൈമിൽ നമ്മളെ സ്കിൻ കുറച്ചുകൂടെ ഓയിലി ആവാൻ ചാൻസ് ഉണ്ട്. സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലെൻസർ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യണം. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മളെ സ്കിന്നിൻ്റെ ഓയില്, ഡെബ്രീസ്, പൊല്യൂഷൻ, ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാൻ. എക്സ്ഫോളിയേറ്റർ എന്ന് പറഞ്ഞാൽ ക്ലെൻസറിൻ്റെ പോലെ എല്ലാം റിമൂവ് ചെയ്യും. അതിൻ്റെ മുകളിൽ നമ്മളെ ഡെഡ് സ്കിന്നും പിന്നെ നമ്മളെ പോസും ക്ലീൻ ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കലും. നമ്മൾ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ വൺസ് വീക്ക് ഉപയോഗിക്കണം ആൻഡ് നമുക്ക് ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ട്വൈസ് വീക്ക് ഉപയോഗിക്കണം. ഇത് നമ്മൾ ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽസ് മൊത്തം അത് റിമൂവ് ചെയ്യാണ്. അപ്പം നമ്മൾ സ്കിൻ ഡ്രൈ ആവുകയാണ്. അത് മാത്രമല്ല നമുക്ക് പിമ്പിൾസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. സോ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ടോണർ ഉപയോഗിക്കുന്നത്. ടോണർ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ഒരു ഫോമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ സ്കിൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്കിൻ റെഡ്നെസ് ഉണ്ടെങ്കിൽ, നമുക്ക് സ്കിൻ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ ആക്നി ഉണ്ടെങ്കിൽ, അങ്ങനെ ഓരോ സ്കിൻ ഇഷ്യൂസ് കാണുമല്ലോ നമുക്ക്. ആ ഡിഫറെൻറ്റ് സ്കിൻ പ്രോബ്ലംസിനെ ടാർഗറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടോണേഴ്സ് ഉണ്ട്. ഓരോ ടോണേഴ്സിൽ ഓരോ ഡിഫറെൻറ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കാണും. ആ ഡിഫറെൻറ്റ് സ്കിൻ ഇഷ്യൂസ് മാറ്റാൻ വേണ്ടി നമ്മൾ അതിന് പറ്റിയ ടോണർ സെലക്ട് ചെയ്യണം. ക്ലെൻസർ ഉപയോഗിച്ച ശേഷം നമ്മൾ ടോണർ ഉപയോഗിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, അത് മിസ് ചെയ്യലും. അതെന്ന് പറഞ്ഞാൽ ബിക്കോസ് ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്ന് ഡ്രൈ ആക്കുകയാണ്. അപ്പം നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടോണർ ഉപയോഗിക്കും. ഹൈഡ്രേഷൻ സ്കിന്നിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ നമ്മളെ സ്കിന്ന് പെട്ടെന്ന് ഏജ് ആവും. അത് മാത്രമല്ല ഒരു ക്ലെൻസർ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളെ സ്കിന്നിൻ്റെ pH ലെവൽ മാറുകയാണ്. അപ്പോൾ അത് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ടോണർ ഉപയോഗിക്കേണ്ടത്. അതാണ് ഈ സ്റ്റെപ്പ് എസെൻഷ്യൽ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോണർ ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സാഫ്രോണും റോസ് വാട്ടറും എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ അതാണ് ടോണറായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ സ്കിൻ കെയറിൻ്റെ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എസൻസ് അതല്ലെങ്കിൽ സിറം. അപ്പം നമ്മൾ എന്തിനാണ് ഈ എസൻസും സിറം എന്ന് ഉപയോഗിക്കുന്നതല്ലേ ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്സ്, ഡിഫറെൻറ്റ് സ്കിൻ ഇഷ്യൂസ് കാണുമല്ലോ. സോ നമുക്ക് ചിലപ്പം സ്കിൻ ഡൾനെസ്, സ്കിൻ ഡ്രൈനെസ് അല്ലെങ്കിൽ ആക്നി, അങ്ങനെ ഓരോ സ്കിൻ ഇഷ്യൂസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എസൻസ് അല്ലെങ്കിൽ സിറം ഉപയോഗിക്കുന്നത്. ഇതാണ് സിറംസിൻ്റെ എക്സാമ്പിൾ. സിറംസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്. നേരത്തെ കണ്ട ടോണർ പോലത്തെ കൺസിസ്റ്റൻസി അല്ല, ഇത് കുറച്ചുകൂടെ കട്ടിയുണ്ട്. ഇതൊരു ജെൽ ലൈക്ക് ഫോമാണ്. എസൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ടോണർ പോലെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് 2 ടൈപ്പ്. ആൻഡ് നൗ ഈ സിറംസിൻ്റെ അകത്ത് കീ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കാണും. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് ഉദ്ദേശിച്ചത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സും ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സും, അത് മാത്രമല്ല റെറ്റ്നോളും ഉണ്ട്. അങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിൻ പ്രശ്നങ്ങൾ
റിഡ്യൂസ് ചെയ്യും ആൻഡ് റിമൂവ് ചെയ്യും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ടോണറും എസൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് നമ്മളെ സ്കിന്നിൽ അത് അബ്സോർബ് ചെയ്യാനും അത് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല, മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ എക്സ്റ്റേണൽ പൊല്യൂഷന് നമ്മളെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ വിചാരിക്കുക അതിൻ്റെ മീനിങ് നാച്ചുറലി ഓയിലിയാണ് അതുകൊണ്ട് അവർ മോയ്സ്ചറൈസ് ചെയ്യേണ്ടെന്ന്. പക്ഷേ ആക്ച്വലി ഓയിലി സ്കിൻ ഉണ്ടെങ്കിലും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. ബിക്കോസ് അത് നമ്മളെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യണം. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിൻ ഏജ് ചെയ്യാതെ ഇരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ നമ്മൾ തിക്ക് ഓയിൽമെൻറ്റ് ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമ്മൾ സ്കിൻ നോർമലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കട്ടിയില്ലാത്ത തിന്നർ ക്രീം ഉപയോഗിച്ചാൽ മതി. ആൻഡ് ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ലോഷൻ ക്രീംസ് ഉപയോഗിച്ചാൽ മതി. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ SPF അതല്ലെങ്കിൽ നൈറ്റ് മാസ്ക്. സോ ഡേ ടൈം ആണെങ്കിൽ നമ്മൾ SPF ഉപയോഗിക്കണം, രാത്രിയാണെങ്കിൽ നമ്മൾ നൈറ്റ് മാസ്ക് ഉപയോഗിക്കണം. കുറച്ച് പേര് വിചാരം നമ്മൾ കളേർഡ് സ്കിൻ ആണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ SPF ഉപയോഗിക്കേണ്ട, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ചില ആൾക്കാർക്ക്. പക്ഷേ SPF വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് UV റേസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. അതല്ലെങ്കിൽ നമ്മളെ സ്കിന്നിന് പാടുകൾ വീഴാൻ ചാൻസ് ഉണ്ട് ആൻഡ് പെട്ടെന്ന് ഏജും ചെയ്യും സൺബേൺ കാരണം. എസ്പെഷ്യലി നമുക്ക് നാട്ടിൽ വെയിൽ കാരണം നമ്മൾ SPF 30 ആൻഡ് അബവ് ഉപയോഗിക്കണം. SPF 50 ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പം നമുക്ക് ചില കടകളിൽ നമ്മൾ മോയ്സ്ചറൈസർ വിത്ത് SPF കിട്ടും. പക്ഷെ കൂടുതൽ അത് റെക്കമെൻഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞിട്ടു നമ്മൾ SPF ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്. സോ SPF സ്റ്റെപ്പ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ഇത് മിസ് ഔട്ട് ചെയ്യലും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സ്കിൻ കെയറിൻ്റെ സ്റ്റെപ്സ്. സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടാൻ നമ്മൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇൻ കേസ് നമ്മളെ ഫേസ് എന്തെങ്കിലും നനച്ചാൽ അല്ലെങ്കിൽ അത് വെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ആ സ്കിൻ കെയറിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. അപ്പം നമ്മളത് മൊത്തം വാഷ് ചെയ്തിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യണം. ആ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മളെ സ്കിൻ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. അപ്പം കുറച്ച് വിറ്റമിൻസ് ഒക്കെ നമ്മൾ കഴിക്കണം. ഒരു ബാലൻസ് ഡയറ്റ് കഴിച്ചാലേ നമുക്ക് നമ്മളെ സ്കിന്ന് ഉള്ളിൽ നിന്ന് നമുക്ക് ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെ വിറ്റമിൻസ് ആണ് നമ്മളെ സ്കിന്നിന് ആവശ്യം ആൻഡ് അത് എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ആ വിറ്റമിൻസ് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് വേണ്ടിയത് വിറ്റമിൻ എ. വിറ്റമിൻ എ വേണ്ടിയത് നമ്മളെ സ്കിന്നിൻ്റെ സെല്ല് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് അത് മാത്രമല്ല നമ്മളെ സ്കിന്നിൻ്റെ ടെക്സ്ചറും ടോണും ഇംപ്രൂവ് ചെയ്യും. അപ്പം വിറ്റമിൻ എ കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ, ഓയിലി ഫിഷ്, എഗ്ഗും ലിവറും. അതൊക്കെയാണ് മെയിൻ സംഭവം. അടുത്തത് വിറ്റമിൻ ബി. നമ്മളെ സ്കിൻ ഏജ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിറ്റമിൻ ബി കഴിക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിൽ ഓറഞ്ചസ്, സ്ട്രോബെറീസ്, ബ്രോക്കലി ആൻഡ് പൊട്ടാറ്റോ. വിറ്റമിൻ സി കഴിക്കുന്നത് നമ്മൾ ബോഡി കോളേജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. കോളേജൻ നമ്മളെ ബോഡീന് നമ്മൾ റിങ്കിൾസും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് കഴിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഓറഞ്ച്, സ്ട്രോബെറി ആൻഡ് സ്പിനിച്ച് കഴിക്കണം. വിറ്റമിൻ ഡി ഇത് നമ്മളെ സ്കിന്ന് ഗ്രോ ആൻഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. സാൽമൺ, ട്യൂണ, കോഡ്, ഓറഞ്ചസ് ആൻഡ് യോഗറ്റ് കഴിക്കണം. അടുത്തത് വിറ്റമിൻ ഇ. വിറ്റമിൻ ഇ നമ്മളെ സ്കാർസും ഇൻപെർഫെക്ഷൻസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് എഗ്സ്, ആൽമണ്ട്, ഹേസൽനട്ട്, സൺഫ്ലവർ സീഡ്സ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്. ലാസ്റ്റ്ലി വിറ്റമിൻ കെ. വിറ്റമിൻ കെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ അണ്ടർ ഐ സർക്കിൾസും ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടി. അപ്പം നമ്മൾ കഴിക്കേണ്ടത് കെയിൽ, സ്പിനിച്ച്, ലെറ്റസ്, ക്യാബേജ് ആൻഡ് ഗ്രീൻ ബീൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്കിൻ കെയർ
അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ പറയാം. നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ക്ലെൻസർ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റർ, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ടോണർ, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എസൻസ് ഓർ സിറം, സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ, സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ SPF, രാവിലെ ആണെങ്കിൽ രാത്രിയാണെങ്കിൽ നൈറ്റ് മാസ്ക്. അത് മാത്രമല്ല നമ്മൾ ഓരോ വിറ്റമിൻസ് നമ്മുടെ ബോഡീന് ആവശ്യമുള്ള പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് ഷെയർ ചെയ്തോളൂ. അപ്പോൾ till next time, bye.